വെൽക്കം ടു ഗ്ലോസ് ചാനൽ. നമുക്ക് 9ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയുടെ നംഗേ पैर എന്ന വെങ്കടേഷ് മാഡ്ഗുൾക്കർ എഴുതിയ കഥ കേൾക്കാം. दोपहर का समय उच्च समय बेबी अपने पलंग पर बैठी खिड़की से बाहर देख रही थी. ബേബി തൻ്റെ കട്ടിലിരുന്ന് ജനലിൽ കൂടി പുറത്തേക്ക് നോക്കുകയായിരുന്നു. ബീച്ച് ഹോൾ മേം റേഡിയോ മേം ഹാളിൽ വെച്ചിരുന്ന റേഡിയോയിൽ 12:30 ബജെ 12:30 സമയം റിക്കോർഡ് ബജ് രഹേത്തെ 12:30 മണി നേരത്തെ റെക്കോർഡ് അവിടെ റേഡിയോയിൽ കേൾക്കുന്നുണ്ടായിരുന്നു. ശാന്ത് മഹോൽ മേ ഗീതോം കെ സുർ ഗൂഞ്ച് രഹേത്തെ ആ സംഗീതത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്നുണ്ടായിരുന്നു. സാമനെ കാ ബന്ദ് ഫാട്ടക് ഖോൽക്കർ തൊട്ടടുത്തു തന്നെ അടഞ്ഞു കിടന്നിരുന്ന ഗേറ്റ് തുറന്ന് പോസ്റ്റ്മാൻ ഭീതറായ അകത്തേക്ക് വന്നു. आहते की बजरी पर उसकी आहट सुनाई दी. आहത്തെ മുറ്റത്തെ ചരലിൽ, ബജ്രി എന്ന് പറഞ്ഞാൽ ചരൽ, മുറ്റത്ത് കിടക്കുന്ന ചരലിൽ അദ്ദേഹത്തിൻ്റെ കാലൊച്ച കേട്ടു. സുനായി കേൾക്കുക. പോസ്റ്റ്മാൻ കി ആവാജ് ഉസ്കെ കാനോ മേ ആയി പോസ്റ്റ്മാൻ്റെ ശബ്ദം അവളുടെ കാതുകളിൽ മുഴങ്ങി. पर फर्श पर टाक के गिरने की आवाज सुनाई नहीं दी. പക്ഷേ ഫർഷ് എന്ന് പറഞ്ഞാൽ ഫ്ലോർ, തറയിൽ ആ പോസ്റ്റ് വീഴുന്നതിൻ്റെ ശബ്ദം കേട്ടില്ല. ബേബി പീച്ചെ മൂടി, ബേബി തിരിഞ്ഞു നോക്കി. സംഭാൽക്കർ പലങ് സെ ഉത്തരി, വളരെ ശ്രദ്ധയോടെ ആ കട്ടിലിൽ നിന്നും ഇറങ്ങി. ഫിർ ബൈസക്യോം കെ സഹാരെ, പിന്നീട് അവൾ തൻ്റെ ഊന്നുവടിയുടെ സഹായത്താൽ ഏക് കദം ഓരോ കാലുകൾ വെച്ച് ചുവടുകൾ വെച്ച് ദർവാജെ തക് ആയി, കഥകിൻ്റെ അടുക്കൽ വരെ അവളെത്തി. ബന്ദ് ദർവാജ കോൽനേമേയും, അടഞ്ഞു കിടന്ന കഥക് തുറക്കുവാൻ അവൾക്ക് കുറച്ചു സമയമെടുത്തു. थोड़ा समय लगा. दरवाजे से बाहर और हॉल को पार कर आगे आने में देर लगी. ദർവാജ ഡോറ് തുറന്ന് ഹോള് കടന്ന് അവിടെ എത്തുവാനായിട്ട് ഇത്തിരി സമയമെടുത്തു. വഹ ദർവാസെ പർ പഹുഞ്ചി, അങ്ങനെ അവൾ ആ കഥകിൻ്റെ അടുത്തെത്തി. വഹാ ഹാത്ത് മേൻ ഡാക്ലിയെ പോസ്റ്റ്മാൻ കടാത്ത, കയ്യിൽ പോസ്റ്റ് പിടിച്ച് പോസ്റ്റ്മാൻ നിൽപ്പുണ്ടായിരുന്നു. തറയിൽ പോസ്റ്റ് അദ്ദേഹം ഇട്ടിരുന്നില്ല. സീഡിയോം കെ ഉപ്പർ ഹോക്കർ, അവിടെ ചവിട്ടുപടിയുടെ മുകളിൽ നിന്നുകൊണ്ട് അവൾ കൈ നീട്ടി. ഹാത്ത് ബഡായ. ഉസ്നെ ധ്യാൻ ദിയാ കി ആജ് പോസ്റ്റ്മാൻ ദൂസരാ ഹി ഹേ, അവൾ ശ്രദ്ധിച്ചപ്പോൾ ഇന്ന് മറ്റൊരു പോസ്റ്റ്മാനാണ് വന്നിരിക്കുന്നത്. സദാ കാ വഹ് ദാടി വാല പോസ്റ്റ്മാൻ നഹി ഹേ, എന്നും വരാറുള്ള, സദാ എന്നും വരാറുള്ള താടിക്കാരനായ പോസ്റ്റ്മാൻ അല്ല. ബച്ചോം കെ സെ ചെഹരെ, കുട്ടികളെ പോലെ മുഖമുള്ള യഹ് നയ പോസ്റ്റ്മാൻ, പുതിയ പോസ്റ്റ്മാനാണിത്. ഉസ്നെ ഏക് നസർ ബേബി കെ പാരോം കി ഓർ ദേഖാ, അദ്ദേഹം ബേബിയുടെ കാലുകളിലേക്ക് നോക്കി. ഉസേ ഷായദ്, ഒരു പക്ഷേ അദ്ദേഹത്തിന് ധക്കാസലക, ഒരു ഞെട്ടലുണ്ടായിട്ടുണ്ടാവും. ഉസ്നെ ഡാക് ബേബിക്ക് ഹാത്ത് മേ ദേദി, പോസ്റ്റ് ബേബിയുടെ കൈകളിലേക്ക് അദ്ദേഹം നൽകി. ഭൂഡെ പോസ്റ്റ്മാൻ കി തരഹ്, ഇസ് പോസ്റ്റ്മാനെ, ഭൂഡെ എന്ന് പറഞ്ഞാൽ വൃദ്ധനായ പോസ്റ്റ്മാനെ പോലെ ഈ പോസ്റ്റ്മാൻ ഉസ്സെ കോയി ബാത്ത് നാക്കി, അവളോട് സംസാരിച്ചൊന്നുമില്ല. അപ്പം വൃദ്ധനായ പോസ്റ്റ്മാൻ സംസാരിക്കുമായിരുന്നു, ഇദ്ദേഹം അത്ര സംസാരിക്കുന്ന ആളല്ല. മാക്കെ ഹാത്ത് മേ ഡാക് ദേക്കർ, അമ്മയുടെ കയ്യിൽ പോസ്റ്റ് നൽകിയിട്ട് ബേബി പീച്ചേക്ക് ഓർ പിന്നിലേക്ക് മൂടി തിരിഞ്ഞു. ഔർ ബെഡി കുർസി പർ, വലിയ കസാരയിൽ അവൾ ഇരുന്നു. ബൈഡ്കർ ബോലി, ഇരുന്നു കൊണ്ട് പറഞ്ഞു. മാ ആജ് കാ പോസ്റ്റ്മാൻ ആയാത്ത, അമ്മ ഇന്ന് പുതിയ പോസ്റ്റ്മാനാണ്. തോ അപ്പം അമ്മ എന്താ മറുപടി? അതിന് ഇസ്മേ ആശ്ചര്യക്ക് കോൻസി ബാത്ത്, ഇതിലിപ്പോൾ അതിശയിക്കാൻ എന്തിരിക്കുന്നു? ബദൽ ഗിയ ഹോഗ, പോസ്റ്റ്മാൻ മാറിയിട്ടുണ്ടാവും. ബേബിക്ക് മാനെ ബാൽമിത്ര കാ നയ അങ്ക് ബേബിക്ക് ആഞ്ചൽ മേരക്ക, ബേബിയുടെ മടിയിലേക്ക് അമ്മ ബാൽമിത്ര എന്ന മാഗസിൻ്റെ പുതിയ ലക്കം ഇട്ട് കൊടുത്തു. ഫിർ റേഡിയോ ബന്ദ് കർക്ക്, എന്നിട്ട് അമ്മ റേഡിയോ ഓഫ് ചെയ്തിട്ട് വഹ് അപ്നെ കമറേ മേ ചലി ഗയി, തൻ്റെ മുറിയിലേക്ക്, കമറേ റൂമിലേക്ക് പോയി. ദുപഹർ മേ ബേബിക്കോ ഹമേശ, ദുപഹർ എന്ന് പറഞ്ഞാൽ ഉച്ച സമയത്ത് അവൾക്ക് എല്ലായ്പ്പോഴും അകേലാപ്പൻ എന്ന് പറഞ്ഞാൽ ലോൺലിനെസ്, ഒറ്റയ്ക്കായിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. അകേലാപ്പൻ ലഗ്ത. വഹ് കിസ്കെ സാത്ത് ബാത് കരെ, അവൾ ആരോട് സംസാരിക്കും. കിസ്കെ സാത്ത് ഹസെ, ആരോടൊപ്പം ചിരിക്കും.
यह प्रश्न सदा ही बना रहता, ഈ പ്രശ്നം എപ്പോഴും ഉണ്ടായിരുന്നു. ऐसे ही समय में वह बूढ़ा पोस्टमैन आ जाया करता. ഈ ഒരു സമയത്തായിരുന്നു സാധാരണ വൃദ്ധനായ പോസ്റ്റ്മാൻ വന്നു പോയിരുന്നത്. ആ ജായ വന്നു പോവുക. വഹ ഹമേശാ ഹി ജൽദി മേ രഹത്ത, എപ്പോഴും അദ്ദേഹത്തിന് തിരക്കായിരിക്കും. ജൽദി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, തിരക്ക് എന്നുള്ള അർത്ഥം. ഫിർ ഭി, എങ്കിലും, കബി കബി, ഇടയ്ക്കൊക്കെ, കിടക്കി തക് ജാക്കർ ഡാക്തേത്ത, ജനലിൻ്റെ അടുക്കൽ വരെ വന്നിട്ട് പോസ്റ്റ് തരാറുണ്ട്. കൊയ് ന കൊയ് പരിചിതായ ദേക്കർ, ആരെങ്കിലും കാണുമ്പോൾ ബേബിക്കോ അച്ഛാ ലഗ്ത, ബേബിക്ക് സന്തോഷമാകും. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. ബന്ദ് ദർവാജ, അടഞ്ഞു കിടക്കുന്ന കഥക് ഖോൽനെ സ്മീം ഉസേ തോടാ സമയലേഖ, തുറക്കുവാൻ ഇത്തിരി സമയമെടുത്തു. അല്ലെ, അതിനുശേഷമാണ് അവൾ ഹോള് കടന്ന് ദർവാജ വരെ എത്തിയത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സമയമെടുത്തത്? ബേബി ഒരു കാലിൽ ഏക്ക് പയർമേ, ഒരു കാലിൽ തൻ്റെ ശരീരത്തിൻ്റെ ബാലൻസ് കീപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടി. സന്തുലൻ ബനായ രഖ്ന കഠിൻ ലഗ, ഇസ്ലിയെ, അതുകൊണ്ടാണ് തൻ്റെ ബൈസക്യവും തൻ്റെ ഊന്നുവടിയുടെ സഹായത്താൽ ധീരെ ധീരെ മെല്ലെ മെല്ലെയാണ് അവൾ ദർവാജത്തെ വാതിൽക്കൽ വരെ എത്തിയത്. മറ്റൊരു ഉത്തരം, ബേബി ഏക് അബാഹിജ് ലടുക്കി ഹെ, ബേബി ഒരു വികലാംഗിയായ പെൺകുട്ടിയാണ്. അവളുടെ ഒരു പയർ നഹി ഹെ, ഒരു കാലില്ല. വഹ് ബൈസക്യോം കെ സഹാര ചലത്തി ഹെ, അവൾ ഊന്നുവടിയുടെ സഹായത്താലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ദേർ ലഗി. മറ്റൊരെണ്ണം നോക്കാം. ദുപേർ മേ, ഉച്ചയ്ക്ക് ബേബി ഒറ്റയ്ക്കാവും. ബേബി പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. ബാഹർ നിക്കൽന പാത്തി. ഒഗേലാപ്പൻ സഹനേവാലം, അതായത് ഒറ്റയ്ക്കായിരിക്കുന്ന ആളുകൾ. ഇവർക്ക് ഹംസെ, നമ്മളിൽ നിന്നും എന്താണ് ഇവർ ആഗ്രഹിക്കുന്നത്? അകേലാപ്പൻ സഹനേവാലംകോ ഹമേശ, എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ളവർക്ക് ആരുടെയെങ്കിലുമൊക്കെ സഹാര, ആശ്രയം ആവശ്യമാണ്. അവർക്ക് പ്യാർ, സ്നേഹം, ദോസ്തി, ഫ്രണ്ട്ഷിപ്പ്, ഹംദർദി, സഹാനുഭൂതി മുതലായവയുടെയൊക്കെ ആവശ്യമുണ്ട്. അകേലാപ്പൻ മേം രഹനെ വാലോം കെ സാത്ത്, അവരോട് അകേലാപ്പൻ മേം, അതായത് ലോൺലിനെസ്സിൽ കഴിയുന്ന ആളുകൾക്കൊപ്പം കുറച്ച് സമയം ബിതാന, ചിലവഴിക്കുവാനുള്ള ഒരു മനസ്സ്, ഹമേ ഹോന ചാഹിയെ, നമുക്ക് ഉണ്ടാവണം. മറ്റൊരു ഉത്തരം കൂടെ നോക്കാം. ജോ അകേലാപ്പൻ സഹത്തേഹെ, ഒറ്റയ്ക്കായിരിക്കുന്ന ആളുകൾ മറ്റുള്ളവരുടെ പ്രസൻസ്, ഹാജിരി, പ്രസൻസ് ആഗ്രഹിക്കുന്നു. ബോൽനെ ബിയാൻ എന്ന് പറഞ്ഞാൽ മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കുവാൻ സുഹൃത്തുക്കളെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. ഉൻകി ആംഖോം ഹമേശ ദൂസരോം കെ ആനയ്ക്ക് പ്രതീക്ഷ കർത്തി രഹത്തി ഹെ, അവരുടെ കണ്ണുകൾ എല്ലായ്പ്പോഴും മറ്റുള്ളവർ, ദൂസറോ മറ്റൊരാൾ വരുന്ന ഒരു പ്രതീക്ഷയിലായിരിക്കും. ഇനി നമുക്ക് മറ്റൊരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ വിശേഷൺ ശബ്ദ് നൗണും ഏതാണെന്നുള്ളത് വേർതിരിച്ചെഴുതാനാണ്. സിമ്പിളാണ്. നങ്ക പയർ, നഗ്നമായ കാലുകൾ. നഗ്നമായ എന്നുള്ളത് അഡ്ജക്റ്റീവാണ്, വിശേഷൺ ശബ്ദമാണ്. സംഖ്യ നൗണായിട്ട് വരുന്ന പയർ. അതുപോലെ നയ അങ്ക്, പുതിയ ലക്കം എന്നുള്ളതിന് പുതിയ എന്നുള്ളത് വിശേഷൺ ശബ്ദമാണ്, ലക്കം എന്നുള്ളത് നൗണാണ്. ശാന്ത് മഹോൽ, ശാന്ത് എന്നുള്ളത് വിശേഷണ ശബ്ദ്, മഹോൾ എന്നുള്ളത് നൗണാണ്. നയ പോസ്റ്റ്മാൻ, നയ പുതിയ പോസ്റ്റ്മാൻ, പോസ്റ്റ്മാനെ വിശേഷിപ്പിക്കുന്നതാണ് നയ. അപ്പം നയ എന്നുള്ളത് വിശേഷൺ ശബ്ദ്, സംഖ്യ എന്നുള്ളത് നൗൺ, പോസ്റ്റ്മാൻ. ബന്ദ് ഫാടക്, അടഞ്ഞ ഗേറ്റ്. അപ്പോൾ അടഞ്ഞ എന്നുള്ളത് വിശേഷൺ ശബ്ദ്, ഫാടക് ഗേറ്റ് എന്നുള്ളത് നൗണ്. ബൂഡേ പോസ്റ്റ്മാൻ, വൃദ്ധനായ പോസ്റ്റ്മാൻ. വൃദ്ധനായ എന്നുള്ളത് പോസ്റ്റ്മാനെ വിശേഷിപ്പിക്കുന്നു. അപ്പം വൃദ്ധനായ വിശേഷൺ ശബ്ദ്, പോസ്റ്റ്മാൻ എന്നുള്ളത് നൗൺ. കോമൽ ആവാജ്, കോമളമായ ശബ്ദം എന്നുള്ളതിന്, ശബ്ദം എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന കോമളമായ, അല്ലേ. കോമൾ വിശേഷൺ ശബ്ദ്, നൗണിൽ ആവാജ്. ബന്ദ് റേഡിയോ, റേഡിയോ എന്നുള്ളത് നൗൺ വരും. ബന്ദ് എന്ന് പറഞ്ഞാൽ ഓഫാക്കിയ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അത് വിശേഷൺ ശബ്ദ്. ദബി ആവാജ്, ദബി എന്നുള്ളത് വിശേഷൺ ശബ്ദ്, ആവാജ് ശബ്ദം എന്നുള്ളത് നൗൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനലിലുള്ള മറ്റ് വീഡിയോസ് കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യണം. മറ്റ് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇതിലുണ്ട്. സോ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് വീഡിയോസ്, നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോസൊക്കെ എടുത്തൊന്ന് കാണാം. അങ്ങനെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.